CPIM സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സമ്മേളനത്തിൽ 103 അംഗ സംസ്ഥാന കൗൺസിലിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജനങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ് വിശ്വം തന്നെ തുടരും, സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മറുപടി പറയുന്നത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രതിനിധികൾ ഉന്നയിച്ച ഒട്ടുമിക്ക ആരോപണങ്ങൾക്കും കൃത്യമായി ബിനോയ് വിശ്വം മറുപടി നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതിയായി വന്നിരുന്നത് ADGP MR അജിത്കുമാറും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധവും MR അജിത്കുമാർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ഒക്കെയായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ MR അജിത്കുമാറിനെ DGP ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ കൃത്യമായും ആ സമയത്ത് തന്നെ എതിർക്കുമെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു. ഒപ്പം സംഘടനാപരമായ ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. KE ഇസ്മായിലിനെ എന്തുകൊണ്ട് ഈ സമ്മേളന വേദിയിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ ചോദിച്ചപ്പോഴേക്കും അതിന് വ്യക്തമായ ഭാഷയിൽ നൽകിയ മറുപടി KE ഇസ്മായിൽ ഇപ്പോഴും പാർട്ടിക്ക് എതിരെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ തെറ്റുകൾ തിരുത്തിയാൽ KE ഇസ്മായിലിന് വീണ്ടും പാർട്ടി സമ്മേളന വേദികളിലേക്ക് വരാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ അത് പറ്റില്ല. KE ഇസ്മായിലിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല. ഏത് നിമിഷവും ഏത് പരിപാടിയിലും KE ഇസ്മായിലിന് പങ്കെടുക്കാൻ അർഹതയുണ്ട്. ഒപ്പം പ്രധാനമായും പറഞ്ഞ മറ്റൊരു കാര്യം, KE ഇസ്മായിലോടൊപ്പം തന്നെ പാർട്ടിയിലുണ്ടായിരുന്ന T ദിവാകരനും ഒപ്പം മറ്റു മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഒന്നിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എന്നും ബിനോയ് വിശ്വം അറിയിച്ചു. അങ്ങനെ പാർട്ടിക്ക് ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ നിരവധിയായ പ്രശ്നങ്ങളാണ് പൊതു ചർച്ചാ വേളയിൽ ഓരോ പ്രതിനിധികളും ഉന്നയിച്ചത്. അതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു. അതേസമയം പുതിയ കൗൺസിൽ 103 പേരടങ്ങുന്ന പുതിയ കൗൺസിലിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രായം കൂടുതൽ കൊണ്ട് മുതിർന്ന E ചന്ദ്രശേഖരൻ നായർ ഒപ്പം KR ചന്ദ്രമോഹൻ, CN ജയദേവൻ തുടങ്ങിയ നേതാക്കന്മാരെ അവരുടെ പ്രായത്തിന്റെ കൂടുതൽ കൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നു. പ്രായപരിധി കഴിഞ്ഞതുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത്. അതേസമയം 10 കാൻഡിഡേറ്റ് അംഗങ്ങളെ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയുടെ സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെയും ഒപ്പം പാർട്ടിക്കെതിരെയും അതിലുപരിയായി സർക്കാരിനെതിരെയും ഒക്കെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് കൃത്യമായ ഭാഷയിൽ ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുമ്പോൾ തന്നെ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ വിയോജിപ്പുകളൊക്കെ തന്നെ നിലവിൽ വലിയ തരത്തിൽ കുറഞ്ഞതുകൊണ്ട് തന്നെ സംഘടനാപരമായി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബിനോയ് വിശ്വത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ചില നേതാക്കന്മാർ ഇപ്പോൾ അവരുടെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ അദ്ദേഹത്തിന് വീണ്ടും തുടരാൻ CPI സംസ്ഥാന സെക്രട്ടറി തുടരാനുള്ള അവകാശം കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സമാപന സമ്മേളനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 3 ദിവസം മുമ്പാണ് ഈ സമ്മേളനം തുടങ്ങിയത്. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ ഈ സമ്മേളനം നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. കർഷകരുടെയും കൈത്തൊഴിൽ തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും മേഖലയുടെ സമ്മേളനം, അതും പ്രത്യേകിച്ചും ഈ സംസ്ഥാന ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന സമയത്ത് നടത്തുക എന്നുള്ളത് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. അത്തരത്തിലൊരു സമ്മേളനം വിജയിപ്പിച്ചതിന്റെ സന്തോഷം നേതാക്കന്മാരിലും കാണാനുണ്ടായിരുന്നു. ദീപ്തി. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സമ്മേളനത്തിൽ 103 അംഗ സംസ്ഥാന കൗൺസിലിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന E ചന്ദ്രശേഖരൻ CPI സംസ്ഥാന കൗൺസിൽ പാനൽ അവതരിപ്പിച്ചു. 103 അംഗ സംസ്ഥാന കൗൺസിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 10 കാൻഡിഡേറ്റ് അംഗങ്ങൾ. ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറിയായി തുടരും. പുതിയ സംസ്ഥാന കൗൺസിൽ ബിനോയ് വിശ്വത്തെ ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. CPI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കാനിരിക്കെ CPI സംസ്ഥാന സെക്രട്ടറിയായി ഇപ്പോൾ ബിനോയ് വിശ്വം തന്നെ തുടരുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.